ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ഒന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കേണ്ട സമയപരിധി അവസാനിച്ചു. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെ പത്രികാ സമർപ്പണം ഏപ്രിൽ 4 വരെ. ഉത്തർപ്രദേശിൽ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഡൽഹിയിൽ മഹാറാലി സംഘടിപ്പിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ലക്ഷദ്വീപിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു. മത്സരരംഗത്ത് 4 സ്ഥാനാർത്ഥികൾ. സംസ്ഥാനത്ത് നികുതി, ഫീസ് വർധനയും ഇളവുകളും നാളെ പ്രാബല്യത്തിൽ വരും. IPLൽ ഹൈദരാബാദിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 163 റൺസ് വിജയലക്ഷ്യം. ISLൽ മോഹൻ ബഗാൻ ചെന്നൈയിൻ മത്സരം വൈകിട്ട് 7:30. വാർത്തകൾ വിശദമായി. BJP ഇത്തവണ അധികാരത്തിൽ വന്നാൽ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത്തരത്തിൽ വളർച്ച കൈവരിക്കുമ്പോൾ രാജ്യത്തെ ദാരിദ്ര്യം പൂർണ്ണമായി തുടച്ചു നീക്കും. അതിനൊപ്പം പുതിയ മധ്യവർഗം നയിക്കുന്ന ഇന്ത്യയുടെ വികസനം ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ മീററ്റിൽ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, രാഷ്ട്രീയ ലോക്ദൾ അധ്യക്ഷൻ ജയന്ത് ചൌധരി തുടങ്ങിയ നേതാക്കൾ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. 7 ഘട്ടമായാണ് ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. ഏപ്രിൽ 19 ആദ്യഘട്ടം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലടക്കം വിവിധ വിഷയങ്ങളിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ സഖ്യമായ INDIA ഡൽഹി രാംലീല മൈതാനിയിൽ മഹാറാലി സംഘടിപ്പിച്ചു. പ്രതിപക്ഷ പാർട്ടികളെ ഭീഷണിപ്പെടുത്താൻ വിവിധ സ്ഥാപനങ്ങളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. വരുന്ന തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാനുള്ളതാണെന്നും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ, സീതാറാം യെച്ചൂരി, D രാജ, ഉദ്ധവ് താക്കറെ, ശരത് പവാർ, തേജസ്വി യാദവ്, ഫറൂഖ് അബ്ദുള്ള, മെഹബൂബ മുഫ്തി, അഖിലേഷ് യാദവ്, ഡെറക് ഒബ്രെയ്ൻ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത തുടങ്ങിയവർ മഹാറാലിയിൽ പങ്കെടുത്തു. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവം. ആദ്യഘട്ടം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കേണ്ട സമയപരിധി ഇന്നലെ അവസാനിച്ചു. സിക്കിം, അരുണാചൽ പ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധിയും അവസാനിച്ചു. പത്രിക സമർപ്പണം ബുധനാഴ്ച പൂർത്തിയായിരുന്നു. സൂക്ഷ്മ പരിശോധന വ്യാഴാഴ്ച നടന്നു. ഏപ്രിൽ 19 ആദ്യഘട്ട വോട്ടെടുപ്പ്. 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 89 മണ്ഡലങ്ങളിലേക്ക് ഏപ്രിൽ 4 വരെ പത്രിക സമർപ്പിക്കാം. 2ാം ഘട്ടത്തിൽ ഏപ്രിൽ 26 വോട്ടെടുപ്പ്. 5ാം തീയതി സൂക്ഷ്മ പരിശോധന നടക്കും. 8ാം തീയതി വരെ പത്രിക പിൻവലിക്കാം. ഏപ്രിൽ 19 വോട്ടെടുപ്പ് നടക്കുന്ന ലക്ഷദ്വീപിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു. 4 സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരരംഗത്തുള്ളത്. ആരോഗ്യം, കപ്പൽ വ്യോമയാന ഗതാഗതം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ സുപ്രധാന മേഖലകളിലെ ആവശ്യങ്ങളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായും ലക്ഷദ്വീപിൽ ചർച്ചാ വിഷയം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് ലേഖകൻ അബ്ദുൽ സലാം. ഭാരതത്തിലെ ഏറ്റവും ചെറിയ ലോക്സഭാ നിയോജക മണ്ഡലമായ ലക്ഷദ്വീപിൽ സ്ഥാനാർത്ഥികളുടെ സൂക്ഷ്മ പരിശോധന പ്രക്രിയകൾ അവസാനിക്കുമ്പോൾ 4 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. NCP ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥിയായി നിലവിലെ MP മുഹമ്മദ് ഫൈസൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മുൻ MP അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ്, BJP പിന്തുണയോടെ NCP അജിത് പവാർ പക്ഷ NDA സ്ഥാനാർത്ഥിയായി കടമത്തുദ്വീപ് സ്വദേശി TP യൂസഫ്, കൂടാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കൽപ്പേനി ദ്വീപ് സ്വദേശി K കോയ എന്നീ 4 പേരാണ് ലക്ഷദ്വീപിൽ മത്സരരംഗത്തുള്ളത്. ലക്ഷദ്വീപിലെ പ്രബല പാർട്ടികളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും NCP ശരത് പവാർ പക്ഷവും തമ്മിലാണ് പ്രധാന മത്സരങ്ങൾ നടന്നുവരുന്നത്. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ലക്ഷദ്വീപ് ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ 29,278 പുരുഷന്മാരും 28,506 സ്ത്രീകളും ഉൾപ്പെടെ ആകെ 57,784 വോട്ടർമാരാണ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അന്ത്രോത്ത്, അമനി, അഗത്തി, കവരത്തി, കൽപ്പേനി, കടമത്ത്, കിർത്തൻ, മിനിക്കോയ്, ചേത്രാത്ത്, ബിത്ര ഉൾപ്പെടെ 10 ദ്വീപുകളിലായി 55 പോളിംഗ് ബൂത്തുകളിലാണ് വോട്ടിംഗ് രേഖപ്പെടുത്തുക. ഓരോ ദ്വീപുകളിലുമെത്തി വീടുകൾ തോറും കയറിയിറങ്ങി വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ടാണ് ലക്ഷദ്വീപ് സ്ഥാനാർത്ഥികളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നത്. സാമ്പത്തിക വർഷത്തെ ആദ്യ പ്രവൃത്തി ദിവസമായ നാളെ ട്രഷറി തുറന്ന് പ്രവർത്തിക്കുമെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ നിർദ്ദേശിച്ച നികുതി, ഫീസ് വർധനയും ഇളവുകളും നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. കോടതി ഫീസുകൾ ഉയരും.
ചെക്ക് കേസിനും വിവാഹമോചന കേസിനും ഇനി മുതൽ ഫീസ് കൂടും. ഭൂമി പണയപ്പെടുത്തി വായ്പ എടുക്കുന്നതിനും ചിലവേറും. റബ്ബറിന്റെ താങ്ങുവില 170 രൂപയിൽ നിന്ന് 180 രൂപയാകും. സർക്കാർ ജീവനക്കാർക്ക് DAയിലും പെൻഷൻകാർക്ക് DRലും 2% വർധനവും നാളെ മുതൽ പ്രാബല്യത്തിലാകും. ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം അടുത്ത മാസം 8-ന് ആരംഭിക്കും. ഈ മാസത്തെ റേഷൻ അടുത്ത ശനിയാഴ്ച വരെ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിലാണിത്. നാളെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും തൃശൂരും കടലാക്രമണം രൂക്ഷം. തിരുവനന്തപുരത്തെ പൂവാർ മുതൽ പൂന്തുറ വരെ തീരമേഖലയിൽ കടൽ കയറി. പുല്ലുവിള, പൊഴിയൂർ വരെയുള്ള പ്രദേശങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തി. തീരത്ത് കയറ്റിയിട്ട ബോട്ടുകൾക്കും കേടുപാടുണ്ടായി. ആലപ്പുഴയിൽ പുറക്കാട്, വളഞ്ഞവഴി, പള്ളിത്തോട് എന്നിവിടങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമായത്. പുറക്കാട് വള്ളങ്ങൾ തീരത്തുനിന്ന് നീക്കി. പള്ളിത്തോട് വീടുകളിൽ വെള്ളം കയറി. ആറാട്ടുപുഴയിലും ശക്തമായ കടൽക്ഷോഭമുണ്ട്. തൃശൂരിൽ പെരിഞ്ഞനം, കയ്പമംഗലം, വഞ്ചിപ്പുര എന്നിവിടങ്ങളിൽ ശക്തമായ തിരയടിയുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 163 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് 20 ഓവറിൽ 8 വിക്കറ്റിന് 162 റൺസ് എടുത്തു. ഇന്ന് വൈകിട്ട് 7:30 വിശാഖപട്ടണത്ത് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇന്ന് ചെന്നൈയിൻ FCയുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ലോകം ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിജയം ഉദ്ഘോഷിക്കുന്ന ഉയിർപ്പ് തിരുനാൾ ദിനത്തിൽ പുലർച്ചെ മുതൽ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ആഘോഷങ്ങളും നടന്നു. ഓശാന ഞായറിന് ആരംഭിച്ച വിശുദ്ധ വാരത്തിന് ഈസ്റ്ററോടെ സമാപനമാകും. ഈസ്റ്റർ ദിനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരം പാറ്റൂർ സെന്റ് തോമസ് മാർ തോമ സുറിയാനി പള്ളി സന്ദർശിച്ചു. പാളയത്തെ പ്രശസ്തമായ സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലെ പ്രാർത്ഥനാ ചടങ്ങുകളിലും ഗവർണർ സംബന്ധിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയം 75-ാം വർഷത്തിലേക്ക്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് നാളെ തിരുവനന്തപുരം ആകാശവാണി അങ്കണത്തിൽ തുടക്കമാകും. വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന ചടങ്ങ് പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്യും. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ പേരും ചിത്രങ്ങളും മറയ്ക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ഗുണഭോക്താക്കൾക്ക് 2024 തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതിനായി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഏപ്രിൽ 30 വരെ നീട്ടിയതായി വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ അറിയിച്ചു. ഏപ്രിൽ 7-ന് നടത്താൻ തീരുമാനിച്ചിരുന്ന 14 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ അന്തർജില്ലാ മത്സരങ്ങൾക്കായുള്ള മലപ്പുറം ജില്ലാ ക്രിക്കറ്റ് ടീമിന്റെ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതായി ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 1ാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കേണ്ട സമയപരിധി അവസാനിച്ചു. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെ പത്രികാ സമർപ്പണം ഏപ്രിൽ 4 വരെ. ഉത്തർപ്രദേശിൽ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഡൽഹിയിൽ മഹാറാലി സംഘടിപ്പിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ലക്ഷദ്വീപിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു. മത്സരരംഗത്ത് 4 സ്ഥാനാർത്ഥികൾ. സംസ്ഥാനത്ത് നികുതി, ഫീസ് വർധനയും ഇളവുകളും നാളെ പ്രാബല്യത്തിൽ വരും. IPLൽ ഹൈദരാബാദിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 163 റൺസ് വിജയലക്ഷ്യം. ISLൽ മോഹൻ ബഗാൻ ചെന്നൈയിൻ മത്സരം വൈകിട്ട് 7:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.